കുഞ്ഞ് ജനിച്ച സമയത്ത് മുലപ്പാൽ കുറവായിരുന്നു. അപ്പോൾ ഡോക്ടർ മുലപ്പാലിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടിപ്പാലും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിക്ക് 6 മാസം ആവാറായിട്ടുണ്ട്. സോ ഇനി പൊടിപ്പാൽ കണ്ടിന്യൂ ചെയ്യണോ, പൊടിപ്പാലിൻ്റെ സ്റ്റേജ് മാറ്റണം? അപ്പോൾ നമുക്ക് ഈ ജനിച്ച സമയത്ത് മുലപ്പാൽ മാത്രമേ 6 മാസം വരെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പാല് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുലപ്പാലിനോട് കോമ്പോസിഷൻ വൈസ് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതേ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പൊടിപ്പാൽ കൊടുക്കുന്നത്. സാധാരണ പൊടിപ്പാൽ ഓൾമോസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് പോലെ തന്നെ കോമ്പോസിഷൻ വൈസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ 6 മാസം മുതൽ കുഞ്ഞിന് നമുക്ക് കട്ടിയാഹാരം, അതായത് വീനിങ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഫീഡിങ്, കട്ടിയാഹാരം കുറുക്കായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് നമ്മൾ മുലപ്പാൽ കൊടുക്കുന്നതിന്റെ ഫ്രീക്വൻസി കുറച്ചുകൂടെ കുറയ്ക്കും. അത് 3-4 തവണയായിട്ട് നമ്മൾ കുറയ്ക്കും. കുടിക്കാൻ വെള്ളം കൂടുതലായിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങും. കുറുക്കുകളിലോട്ട് നമ്മൾ മാറ്റി തുടങ്ങും. ഇപ്പം കാപ്പൊടി ആവട്ടെ, റാഗി ആവട്ടെ, കഞ്ഞി ആവട്ടെ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഉടച്ചതാവട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങും. ആ സമയത്ത് നമുക്ക് പൊടിപ്പാലിൻ്റെ ആവശ്യം റിയലി ഇല്ല. നമുക്ക് പശുപാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പശുപാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പശുപാൽ പാക്കറ്റിൽ കിട്ടുന്നത് എടുക്കാൻ പറ്റും, വീടുകളിൽ നിന്ന് എടുക്കുന്നത് നോക്കാൻ പറ്റും. ഏറ്റവും സേഫ് പാക്കറ്റിൽ കിട്ടുന്നതായിരിക്കും. കാര്യം പാസ്ചറൈസേഷൻ, സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്തിട്ടായിരിക്കും വരുന്നത്. കവർ പാലുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ ചൂടാക്കി തിളപ്പിച്ചിട്ട് നമുക്ക് കൊടുക്കാം. വീടുകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചാറിയതിന് ശേഷമേ കുഞ്ഞിന് കൊടുക്കാവൂ. നമുക്കിപ്പം ഇതിൽ ഒരേ ഒരു കാര്യം, നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പം ഇപ്പം നമ്മൾ മധുരം ചേർക്കാനേ പറയാറില്ല. അപ്പം മധുരം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പശുവും പാല് അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റ് പാല് നമുക്ക് ആഡ് ചെയ്തിട്ട് മധുരത്തിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം അറിയേണ്ട കാര്യം, 6 മാസത്തിന് ശേഷം നമ്മളിപ്പോൾ ഫോർമുല മിൽക്ക് കൊടുക്കണം എന്നൊരു ഇമ്പോർട്ടൻസ് റൂളേ ഇല്ല. അത് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പശുവും പാലിലോട്ട് മാറ്റാവുന്നതുമാണ്. 6 മാസം താഴെ കുഞ്ഞുങ്ങൾക്ക് ദഹനം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും, അത് മാത്രമല്ല ഇപ്പം ബ്രസ്റ്റ് മിൽക്കിൻ്റെ അതേ കോമ്പോസിഷൻ, പ്രോട്ടീൻ ആവട്ടെ, ഫാറ്റ് ആവട്ടെ, വൈറ്റമിൻസ്, മിനറൽസും എല്ലാം അതേ കോമ്പോസിഷനിൽ മാച്ച് ചെയ്ത് നിൽക്കാനാണ് നമ്മൾ പൊടിപ്പാൽ കൊടുക്കുന്നത്. പക്ഷേ 6 മാസത്തിന് ശേഷം നമ്മൾ കട്ടിയാഹാരത്തിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുട്ടിക്ക് വളർച്ചയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൂടുതലും കട്ടിയാഹാരത്തിലൂടെ കിട്ടാനാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ബ്രസ്റ്റ് മിൽക്കിനോട് സെയിം ആയിട്ട് നിൽക്കണമെന്നില്ല. പക്ഷെ ഒരു സപ്പോർട്ടായിട്ട് മാത്രം മതി എന്ന് വെച്ചിട്ട് നമ്മൾ പശുവും പാലോട്ട് മാറ്റാവുന്നത്.